കൊപ്ര സംഭരണത്തിൽ കേരഫെഡിന്റെ വീഴ്ചകൾ പറയാൻ തുടങ്ങിയാൽ ഒരു നീണ്ട കഥ എഴുതേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. 183 രൂപയ്ക്ക് ടെൻഡർ നൽകിയിട്ടും കൊപ്ര സംഭരിച്ചില്ല. കേരഫെഡ് പർച്ചേസ് ഓർഡർ നൽകിയില്ലെന്ന് കരാറുകാരൻ. കൊപ്ര വില കുതിച്ചുയർന്നതോടെ കേരഫെഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. നിലവിൽ കേരഫെഡ് കൊപ്ര സംഭരിക്കുന്നത് 299 രൂപയ്ക്കാണ്. വി.എസ്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. വി.എസ്. രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. വലിയ ഒരു കഥ എഴുതേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് കേരഫെഡിന്റെ വീഴ്ചകൾ പ്രമേയമാക്കിക്കൊണ്ടാകണം എന്ന് തോന്നുന്നു. നമ്മുടെ തുടർച്ചയായുള്ള അന്വേഷണ റിപ്പോർട്ടിലൂടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ 299 183 തമ്മിലുള്ള അകലം ഈ ബന്ധപ്പെട്ട അധികൃതർക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ രഞ്ജിത്ത്? സുജിയ, നമ്മുടെ കയ്യിൽ ഈ കരാറുകാരന്റെ ഒരു ശബ്ദ സന്ദേശം നമ്മളോട് സംസാരിച്ചതിന്റെ കൃത്യമായ രേഖയുണ്ട്. ഈ കരാറുകാരൻ 183 രൂപയ്ക്ക് ടെൻഡർ എടുത്തിട്ട് ഒറ്റ പർച്ചേസ് ഓർഡർ, ഒരു ലോഡ് പോലും പർച്ചേസ് ഓർഡർ കേരഫെഡ് കൊടുത്തില്ല എന്നാണ് കരാറുകാരൻ പറയുന്നത്. അല്ലെങ്കിൽ കരാറുകാരന്റെ കയ്യിൽ നിന്ന് ഈ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് കൊപ്ര വാങ്ങിയെടുക്കാൻ കേരഫെഡ് പരാജയപ്പെട്ടു. ഒന്നുകിൽ കരാറുകാരൻ പറയുന്നത് പോലെ കേരഫെഡ് പർച്ചേസ് ഓർഡർ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് സംഭരിക്കാൻ കേരഫെഡിന് വീഴ്ച വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരഫെഡ് ചെയ്യേണ്ടിയിരുന്നത് കുറഞ്ഞ വിലയുള്ളപ്പോൾ കൊപ്ര സംഭരിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ, ജനങ്ങൾക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ ചെയ്യുകയും ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു സർക്കാർ സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 299 രൂപയ്ക്ക് കൊപ്ര സംഭരിച്ച് 539 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കേണ്ട അവസ്ഥയിലാണ് കേരഫെഡ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ കൂടിയ വിലയ്ക്ക് കൊപ്ര സംഭരിക്കുകയും കൂടിയ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കുകയും മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില കുതിച്ചു വരാൻ കേരഫെഡ് പോലെ സർക്കാർ സ്ഥാപനം കാരണമാവുകയും ചെയ്യുന്നു. അതിൽ കൊപ്ര സംഭരണത്തിൽ കേരഫെഡിന് സംഭവിച്ച വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 183 രൂപയ്ക്ക് ടെൻഡർ വിളിച്ച കൊപ്ര എന്തുകൊണ്ട് അന്ന് ഒരു ലോഡ് പോലും കുറഞ്ഞ വിലയുള്ളപ്പോൾ സംഭരിച്ചു വെക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ കരാറുകാരനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം കേരഫെഡ് ഒരു പർച്ചേസ് ഓർഡറും കൊടുത്തില്ല എന്നുള്ളതാണ്. ആ ശബ്ദ സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കൊപ്ര സംഭരണത്തിൽ കേരഫെഡിന് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന തുടർക്കഥയിൽ മറ്റൊരു കഥയായിട്ട് ഇത് മാറുകയാണ്. ശരി, ഇനി എത്ര കഥകൾ പുറത്തു വരാനിരിക്കുന്നു? കുറഞ്ഞ ടെൻഡർ നൽകിയാലും സംഭരിക്കില്ല എന്നത് എന്തോ ഒരു ഉറപ്പെടുത്തതുപോലെയാണ്. ടെൻഡർ കൊടുത്തത് 183 രൂപയ്ക്കാണ്. 299 രൂപയ്ക്ക് നിലവിൽ സംഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്ത് സംഭരണമാണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. വി.എസ്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ ആ ഓഡിയോ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ മാസം ഒരു ടെൻഡർ 183.75 കൊപ്ര എടുത്തിട്ട് എത്ര കൊപ്ര കൊടുത്തിരുന്നു? പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ ലേറ്റ് ആയി. അതെ 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 അതെ. അത് പറഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ടെൻഡർ എടുത്ത ഡേറ്റ് എന്നായിരുന്നു? ടെൻഡർ എടുത്ത 2-ാം തീയതി. 2-ാം തീയതി ജൂൺ 2-ാം തീയതി നമ്മള് ടെൻഡറിൽ പങ്കെടുത്തു. 2-ാം തീയതി ടെൻഡറിൽ പങ്കെടുത്തു. അന്ന് എന്റെ കൂടെ വേറെ തമിഴ്നാടുള്ള 2 പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1000 ടൺ ഇട്ടു. അവര് രണ്ടുപേരും എത്ര ക്വാണ്ടിറ്റി എന്ന് എനിക്കറിയില്ല. 185 നമ്മൾ കോട്ട് ചെയ്ത റേറ്റ്. എന്നിട്ട് 83.75 നമ്മള് അവരെ ബാർഗിൻ ചെയ്തിട്ട് 83.75 നമ്മൾ തരാൻ സമ്മതിച്ചു. വേറെ ഏതോ ഒരാള് സെയിം റേറ്റിൽ കൊടുക്കാന്ന് പറഞ്ഞു അവരോട്. അയാൾക്ക് വേണ്ടിയിട്ട് 10 ദിവസം വെയിറ്റ് ചെയ്തു. കേട്ടല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. കൊപ്ര സംഭരണത്തിൽ കേരഫെഡിന്റെ വീഴ്ചകളിലെ ഒരു കഥ മാത്രമാണിത്. 183 രൂപയ്ക്ക് ടെൻഡർ നൽകിയിട്ടും കൊപ്ര സംഭരിച്ചില്ല. ആ കരാറുകാരൻ തന്നെ വി.എസ്. രഞ്ജിത്തിനോട് സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സത്യം ജയിക്കട്ടെ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.